നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുന്നതിന് മുൻപേ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അപൂർവമായ പൊട്ടിത്തെറികളും ആഭ്യന്തര കലഹങ്ങളും രൂപപ്പെട്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പട്ടികയുടെ അന്തിമ രൂപം പുറത്തു വരാനിരിക്കെ പണ്ടെങ്ങുമില്ലാത്ത വിധം ഗ്രൂപ്പ് പോരിനും അപ്പുറമുള്ള ഒരു അതിജീവന പോരാട്ടമാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്. കാലങ്ങളായി പാർട്ടിയെ സ്നേഹിക്കുകയും അതിനായി തെരുവുകളിൽ വിയർപ്പൊഴുക്കുകയും ചെയ്ത സാധാരണ പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കളെയും നോക്കുകുത്തികളാക്കി മറ്റു പാർട്ടികളിൽ നിന്ന് അവസാന നിമിഷം പടിയിറങ്ങി വരുന്നവർക്ക് ചുവന്ന പരവതാനി വിരിക്കുന്ന നേതൃത്വത്തിന്റെ നിലപാടാണ് ഈ പ്രകോപനത്തിന്റെ ആധാരം. ഇറക്കുമതി സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് വാരിക്കോരി നൽകാനുള്ള നീക്കം കോൺഗ്രസിന്റെ ജനാധിപത്യ സ്വഭാവത്തെ തകർക്കുന്നതാണെന്നുള്ള വികാരം അണികൾക്കിടയിൽ പടരുകയാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര മണ്ഡലമാണ് ഈ ആഭ്യന്തര ലഹളയുടെ പ്രഭവ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. ദശാബ്ദങ്ങളായി CPM കോട്ടയായിരുന്ന കൊട്ടാരക്കരയിൽ നിന്ന് 3 തവണ നിയമസഭയിലെത്തിയ ആയിഷ പോറ്റി അപ്രതീക്ഷിതമായി കോൺഗ്രസിൽ ചേർന്നത് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. എന്നാൽ ഈ കൂടുമാറ്റത്തെ പാർട്ടിയിലേക്കുള്ള ശക്തമായിട്ടുള്ള വരവായി കണക്കാക്കുന്നതിന് പകരം സ്ഥാനാർത്ഥി മോഹവുമായി എത്തിയ ഒരു അവസരവാദി എന്ന നിലയിലാണ് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ ആയിഷ പോറ്റിയെ കാണുന്നത്. ആയിഷ പോറ്റിക്ക് സീറ്റ് നൽകാനുള്ള നീക്കം ഉയർന്നതോടെ മണ്ഡലത്തിൽ വർഷങ്ങളായി പാർട്ടിയുടെ മുഖമായിരുന്ന രശ്മിക്ക് സീറ്റ് നഷ്ടമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുള്ള രശ്മിയെ തഴഞ്ഞുകൊണ്ടുള്ള ഈ നീക്കം അണികൾക്കിടയിൽ അംഗീകരിക്കാനായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് രശ്മി തന്റെ അനുയായികളുമായി ചേർന്ന് വിമത നീക്കം ശക്തമാക്കിയിരിക്കുകയാണ്. BJP നേതൃത്വവുമായി രശ്മി ചർച്ചകൾ നടത്തുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തു വന്നതോടെ കൊട്ടാരക്കരയിൽ കോൺഗ്രസിന്റെ അടിത്തറ ആകെ ഇളകിയിരിക്കുകയാണ്. കൊട്ടാരക്കരയിലെ പോരാട്ടത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത് സംവിധായകനും ബിഗ് ബോസ് വിജയിയുമായിട്ടുള്ള അഖിൽ മാരാരുടെ രാഷ്ട്രീയ പ്രവേശനം തന്നെയാണ്. കോൺഗ്രസ് നേതൃത്വം തനിക്ക് അർഹമായ പരിഗണന നൽകുമെന്നും സീറ്റ് നൽകുമെന്നും പ്രതീക്ഷിച്ചിരുന്ന അഖിൽ മാരാർ പാർട്ടിയിലെ ഇറക്കുമതി രാഷ്ട്രീയത്തിൽ മനം നൊന്ത് 2020 സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ 2020 ചെയർമാൻ സാബു എം ജേക്കബ് അഖിൽ മാരാരുടെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ കൊട്ടാരക്കരയിലെ തിരഞ്ഞെടുപ്പ് ചിത്രം പ്രവചനാതീതമായി മാറുകയും ചെയ്തു. യുവാക്കൾക്കിടയിലും നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലും അഖിൽ മാരാർക്കുള്ള സ്വാധീനം കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളലുണ്ടാക്കുമെന്ന് എന്തായാലും ഉറപ്പാണ്. തങ്ങളുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് തടയാൻ കഴിയാത്ത നേതൃത്വം ഉഴലുകയാണ്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കം തെരുവിലേക്ക് നീങ്ങുകയാണ്. സിനിമാ താരം പ്രേംകുമാറിനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഇടത് ഭരണകാലത്ത് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള സുപ്രധാന പദവികൾ അനുഭവിച്ച ശേഷം അധികാരം മാത്രം ലക്ഷ്യമിട്ട് തിരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസിലേക്ക് ചേക്കേറിയ ഒരാൾക്ക് വേണ്ടി വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ തഴയുന്നത് ആത്മഹത്യാപരമാണെന്ന് അവർ വാദിക്കുകയും ചെയ്യുന്നുണ്ട്. ചുവപ്പ് പുതച്ച പദവികൾ നേടിയവർക്ക് കൈപ്പത്തി ചിഹ്നം നൽകുന്നത് വോട്ടർമാർക്കിടയിൽ പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കുമെന്നാണ് ഗ്രൂപ്പ് വ്യത്യാസമന്യേ നേതാക്കൾ പറയുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാന വിവാദം ലൈംഗിക പീഡന പരാതി നേരിട്ട PK ശശിയെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീ സുരക്ഷയ്ക്കും ധാർമ്മികതയ്ക്കും വേണ്ടി സംസാരിക്കുന്ന കോൺഗ്രസ് ഇത്തരമുള്ള ആരോപണങ്ങളെ നേരിടുന്നവരെ സ്വാഗതം ചെയ്യുന്നത് ഇരട്ടത്താപ്പാണെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി വിളിച്ചു പറയുകയും ചെയ്തു കഴിഞ്ഞു. സമാനമായ ഒരു ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്നു എന്ന കാരണത്താൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കർശനമായിട്ടുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കുകയും പുറത്താക്കുകയും ചെയ്ത പാർട്ടി നേതൃത്വം PK ശശിയുടെ കാര്യത്തിൽ എന്ത് നീതിയാണ് നടപ്പിലാക്കുന്നത് എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. പാർട്ടിയുടെ ആദർശങ്ങളെക്കാൾ ഉപരിയായി വ്യക്തിഗത താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ ലാഭങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഈ രീതി യുവതലമുറയെ പാർട്ടിയിൽ നിന്ന് അകറ്റാനും കാരണമാക്കുന്നുണ്ട്. തൃശ്ശൂരിലെ സാഹചര്യം ഇതിലും മോശമാണ്. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ തൃശൂർ സീറ്റിനായി വാദിക്കുന്നത് പ്രാദേശിക നേതൃത്വത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. വാര്യരുടെ രാഷ്ട്രീയ നിലപാടുകളിലെ മാറ്റം ഇനിയും അണികൾ ഉൾക്കൊണ്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി കെട്ടിയിറക്കുന്നത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ഇവരും വിശ്വസിക്കുന്നുണ്ട്. തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തവർ പുറത്തിരിക്കുമ്പോൾ ഇന്നലെ വന്നവർക്ക് സിംഹാസനം ഒരുക്കുന്നത് അസംബന്ധമാണെന്നാണ് ഇവരുടെ വാദം. കേരളത്തിലെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പടരുന്ന ഈ അസംതൃപ്തി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വലിയൊരു വിപത്തിനായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥി മോഹികളായ നേതാക്കൾ വിമതരായി മത്സരിക്കാനോ
അല്ലെങ്കിൽ നിശബ്ദരായി ഇരിക്കാനോ തീരുമാനിച്ചാൽ അത് UDFിനെ മൊത്തത്തിലുള്ള പ്രകടനത്തെ ബാധിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പാണ്. ഗ്രൂപ്പുകൾക്കും ഉപഗ്രൂപ്പുകൾക്കും അപ്പുറം പുറത്തു നിന്നുള്ളവർ എന്ന ഘടകം വലിയൊരു വിഭാഗം പ്രവർത്തകരെ ഒന്നിപ്പിച്ചിരിക്കുകയാണ്. ഹൈക്കമാൻഡ് ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും താഴെത്തട്ടിലെ രോഷം അണയ്ക്കാൻ അങ്ങ് സാധിച്ചിട്ടില്ല. അച്ചടക്കത്തിന്റെ വാൾ വീശുന്നതിന് മുൻപ് അണികളുടെ വികാരം മാനിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ ഈ പ്രതിഷേധം തെരുവിലേക്ക് പടരാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകരും കാണുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് വെറും ഒരു പോരാട്ടമല്ല, മറിച്ച് പാർട്ടിയുടെ ആഭ്യന്തര ഐക്യവും വിശ്വാസ്യതയും തെളിയിക്കേണ്ട ഒരു അഗ്നി പരീക്ഷ കൂടിയാണ്.